അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ ഷാജി ബ്രദറാണ്. തന്റെ ജീവിതത്തിലെ ദൈവീയ വിടുതലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നു. ജനിച്ച 20-ാം ദിവസം സ്വന്തം മാതാവിന്റെ കയ്യാൽ കുപ്പയിലേക്ക് വലിച്ചെറിയപ്പെടുവാൻ ഇടയായി തീർന്ന ഒരു കുഞ്ഞിന്റെ ജീവിതാനുഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എത്ര അത്ഭുതകരമായ രീതിയിലാണ് ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്തിയത് എന്നുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു വലിയ അനുഗ്രഹവും വേറിട്ടൊരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 പോലെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ഷാജി ബ്രദറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഷാജി CK. ഞാൻ കുമ്മനാട് എന്ന പ്രദേശത്തിൽ നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഞാനിപ്പോൾ ഇതൊരു കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പ നിമിഷങ്ങൾ പറയുവാൻ ഇങ്ങനെ സാഹചര്യം ഒരുക്കുന്ന രോമൻ ചാനൽ ഡാനിയൽ പാസ്റ്ററും മല്ലപ്പള്ളിയിൽ ഇങ്ങനെ എനിക്ക് അവസരം ഒരുക്കുന്ന രാജേഷ് പാസ്റ്ററും ഡെന്നി പാസ്റ്ററും ഇങ്ങനെ എനിക്ക് വേണ്ടി സഹകരിച്ചു. ഇങ്ങനെ ഒരു മുഖാന്തരം ദൈവം എനിക്ക് ലോകത്തിന് മുമ്പേ തെരഞ്ഞെടുത്ത് വെച്ച ഈ നിമിഷത്തിൽ ഞാൻ പങ്കാളിയാകുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 1972 10-ാം മാസം 2-ാം തീയതി എനിക്ക് ജനിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. ഞാൻ ജനിച്ചത് തിരുവല്ല സായിപ്പിന്റെ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ജനനം. ആ മാതാപിതാക്കൾ ഇരുവേരു എന്ന സ്ഥലത്തുള്ളവരായിരുന്നു. അവർക്കെന്നെ മുന്നോട്ട് വളർത്തുവാൻ കഴിയാത്തതിനാൽ അവർക്കെന്നെ ഉപേക്ഷിക്കേണ്ട ഒരു അനുഭവം വന്നുകൂടി. എന്നെ ഇരുവേരു എന്ന പ്രദേശത്ത് തന്നെ എന്നെ ഉപേക്ഷിക്കുവാൻ 20 ദിവസം പ്രായമുള്ളപ്പോൾ കളയുവാൻ വേണ്ടി വന്ന സഹോദരിയെ ദൈവം നിയോഗിച്ചതുപോലെ എനിക്ക് ഒരു പിതാവിനെയും മാതാവിനെയും 5 സഹോദരങ്ങളെയും ദൈവം തന്നു. എന്നെ വളർത്തുന്ന, എന്നെ എടുത്തുകൊണ്ടുവന്ന അച്ഛൻ്റെ പേര് കുഞ്ഞുഞ്ഞെന്നാണ്. അമ്മ തങ്കമ്മ. ഇങ്ങനെ രവേരിയുടെ പ്രദേശത്തിൽ സൊസൈറ്റിയിൽ ജോലി ചെയ്ത് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്ത്രീ സന്ധ്യാ മയക്കത്തിൽ ക്രയം എന്ന സ്ത്രീ ജനിപ്പിച്ച എന്നെ ജനനം തന്ന എൻ്റെ അമ്മയുടെ നാത്തൂനായിരുന്നു. അവർ രവേരിയുടെ പ്രദേശത്തേക്ക് വന്ന് ഒരു കളയുവാൻ വേണ്ടി കാട്ടിലേക്ക് എറിയുവാനായിരിക്കും സന്ധ്യാവധി വന്ന് എൻ്റെ പിതാവ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു പിതാവിനെ എനിക്ക് ദൈവം തന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞാണ്, ഇതിനെ കളയാൻ പോവാണ്, നമ്മൾ കളയരുത്, എനിക്ക് തരുവാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ കുഞ്ഞുമായി എൻ്റെ ഭവനത്തിലേക്ക് അച്ഛൻ കടന്നു വരുമ്പോൾ ഇപ്പോൾ പൊയ്യപ്പടിക്ക് ഇപ്പുറത്തൊരു OEM സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ കൂടെ അച്ഛൻ്റെ കയ്യിൽ കിട്ടി. 2നെയും എടുത്ത് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ സന്ധ്യ കൂരിരുട്ടായിരുന്നു. അന്ന് ആ റോഡിൽ കൂടെ ഏറ്റവും കൂടുതൽ യാത്രക്കാരും മദ്യപാനികളായിരുന്നു. 5 പെമ്മക്കളുള്ളതുകൊണ്ട് അമ്മ വളരെ സുരക്ഷിതമായി പരിക്കാതിരിക്കുമ്പോൾ അച്ഛൻ വന്ന് വിളിച്ചു. കൊച്ചെ വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം പറഞ്ഞത്, എനിക്ക് വാതിൽ തുറക്കുന്നതിന് മുമ്പേ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടി,
തുറക്കാൻ പറയുമ്പോൾ ഞാൻ അമ്മ അകത്ത് നിന്ന് ശബ്ദം പറഞ്ഞു പറഞ്ഞ് പൂച്ചക്കുഞ്ഞിനെ അല്ല, എനിക്ക് ഒരു ആൺകുഞ്ഞിനെയായിരുന്നു വേണ്ടത് എനിക്ക്. ആ വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നു. അന്ന് അച്ഛൻ എൻ്റെ അമ്മയുടെ കയ്യിലോട്ട് ഈ കുഞ്ഞിനെ കൊടുക്കുവാൻ ഇവിടെയാക്കി. ഇന്നത്തെ അവിടുത്തെ സാഹചര്യം പാലൊന്നും ഇല്ലായിരുന്നു. ആ വീടിനകത്ത് മക്കളായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകൾ ഭാരമുള്ള കുഞ്ഞുമായിരുന്നു. എങ്കിലും പറഞ്ഞു കേട്ടറിവുണ്ട്. അടുത്തുള്ള വീട്ടിൽ ചെന്ന് പാല് മേടിക്കാൻ ചെന്നപ്പോൾ അവിടെയും പാല് തന്നു. പാളയംതോടം പഴം എരടി അന്നെൻ്റെ നാവിൽ വെച്ച് എൻ്റെ വിശപ്പ് അടയ്ക്കുന്ന പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ് ഓരോരുത്തരും പറഞ്ഞു കേട്ടും അറിഞ്ഞും ആയ കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്കിലും ഒരു പൊന്നുപോലെ വളർത്തി. വിദ്യാഭ്യാസം മാത്രം ഞങ്ങൾക്ക് 6 പേർക്കും, 5 പെൺമക്കളായിരുന്നു, 6 പേർക്കും വിദ്യാഭ്യാസം തരുവാൻ കഴിഞ്ഞില്ല. വളരെ സ്നേഹത്തോട് മാതാപിതാക്കളുടെ വളർത്തി. അമ്മ ഒരു ബന്ധുക്കോസ് അനുഭവത്തിൽ ആയിരുന്നു. അച്ഛൻ ഒരു തിരുമുകാരനും സൊസൈറ്റിയിൽ ജോലി ഉള്ളത് കൊണ്ട് മറ്റ് സഭകളിലൊന്നും പോകുന്ന ആളല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ജീവിച്ചു വന്ന പ്രായത്തിൽ തന്നെ ഞങ്ങൾ വളർന്ന് കഴിയുമ്പോൾ, മുന്നോട്ട് വരുമ്പോൾ എൻ്റെ വീട്ടുകാരും എന്നോട് പറഞ്ഞില്ല ഞാൻ അനാഥയാണെന്ന്. എന്നാൽ എന്നെ ചില ഭവനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ 5 വയസ്സ് മുതൽ, അല്ലെ 60 കാലം മുതൽ അമ്മയുടെ കൂടെ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതാണോ വളർത്തുപുത്രൻ എന്ന് ചോദിക്കാറുണ്ട്. വളരെയേറെ ഭാരപ്പെട്ടു. എന്നാലും ഞാൻ അമ്മയോട് ഇങ്ങോട്ട് വരുമ്പോൾ ചോദിക്കും, അമ്മ എന്നെ പിന്നെ ഈ വളർത്തുപുത്രൻ, എടാ മോനെ നിന്നെ വളർത്തിയതുകൊണ്ട് വളർത്തുപുത്രൻ, പിന്നെ എടുത്തു വളർത്തിയതിനുകൂടി. അങ്ങനെ ഒരു വരം കുറ്റപ്പെടുത്തലുമായിരുന്നപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആഴമേറിയതുകൊണ്ട് ഈ അച്ഛനും അമ്മയും ഈ സഹോദരങ്ങളോ എന്നെ അന്യനായിട്ട് കണ്ടിട്ടില്ല. അവരുടെ കൂടെ പുറപ്പെട്ട അവരുടെ മകനായി മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വിട്ടു തുറന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പനോട്. എന്നാലും എൻ്റെ അമ്മയോട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അങ്ങനെ വളർന്നു. വിദ്യാഭ്യാസം ഏറെക്കുറെ വളരെ മോശകരമായിരുന്നു. വിദ്യാഭ്യാസത്തിന് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. അമ്മയുടെ അധ്വാനവും അച്ഛൻ്റെ അധ്വാനവും കൊണ്ടൊന്നും ഞങ്ങളുടെ വീട് കഴിയുന്നില്ല. അതുകൊണ്ട് 12 വയസ്സ് മുതലേ ഞാനും ചെറിയ പണികൾ ചെയ്ത് എൻ്റെ സഹോദരങ്ങളൊക്കെ പലരുടെ വീട്ടുകളിലൊക്കെ നിന്നാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ഒരു ദിവസം എൻ്റെ ഭവനത്തിലേക്ക് 2 പുരുഷന്മാർ കടന്നു വന്നു. അച്ഛന് എന്നെ കണ്ടപ്പം പറഞ്ഞു, അതുകൊണ്ട് മോൻ വരുന്നു. എന്നെ ജനിപ്പിച്ച അമ്മയ്ക്ക് ആദ്യ വിവാഹത്തിൽ 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അവര് ജോലി മേഖലയായി ബോംബെക്ക് കടന്നുപോയി. ആ പിതാവ് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. അവര് വന്ന സമയത്താണ് ഈ അറിഞ്ഞത്. അതുകൊണ്ട് അവരുടെ അനിയനെ വേണം എന്ന് പറയുവാനിടയായി. പിതാവിനോട് മാതാവിനോട് ചോദിച്ചിട്ട് പറഞ്ഞു, അവൻ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ മുന്നോട്ട് പോകാൻ. എൻ്റെ ഒരു സഹോദരി വന്നിട്ട് ചോദിച്ചു, മോനെ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞ വാക്കാം, ആദ്യം അവരെൻ്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോവാം, എനിക്ക് അവരെ കാണണ്ട എന്ന് പറയുവാനിടയായി. എനിക്ക് അവരോട് വൈരാഗ്യമായി. എന്നെ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ കളിയാക്കുമ്പോൾ ആ നടുവിലും എൻ്റെ പ്രതിസന്ധിയിൽ വളരെ വേദനയോട് ഞാൻ നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ അപ്പനും അമ്മയും ഒരേ മനസ്സോടെ എന്നോട് ഒപ്പത്തിനൊപ്പം നിന്നു. എനിക്ക് വിദ്യാഭ്യാസമില്ല. എനിക്ക് എങ്ങനെ ഇതിനെക്കുറിച്ചൊന്ന് അറിയണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാനതിന് മുന്നോട്ട് വളർന്നു വരുന്ന പശ്ചാത്തലത്തിൽ എനിക്ക് 10-15 വയസ്സ് കഴിഞ്ഞ് ഞാൻ പണി ചെയ്യുമെങ്കിലും ഇവരോടുള്ള വൈരാഗ്യം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ എൻ്റെ അമ്മ വേദനിക്കരുത്, എന്നെ ഇവിടുത്തെ അച്ഛനും സഹോദരങ്ങളും വേദനിക്കരുതെന്ന് അങ്ങനെ അവരെ മറച്ചു വെച്ച് ഞാൻ ഇത് അന്വേഷിക്കുവാനാണ് ഇരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 5ാം ക്ലാസ് വരെ പഠിച്ചു. പഠനം ഞാൻ അവിടെ നിർത്തി. അച്ഛനോട് പറഞ്ഞ് എനിക്കിനിയും പഠിക്കുവാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ജോലിക്കായി പോയി.
അങ്ങനെ നിന്ന സമയത്താണ് ഈ ജനിപ്പിച്ച അതാവനെ ഒന്ന് കാണുവാൻ ഇടയായി. എന്നെ കണ്ടറിഞ്ഞ മനസ്സിലായി. ഞാൻ ചെന്നു. അമ്മയെന്ന് വിളിക്കുവാൻ എനിക്ക് കഴിയില്ല, എങ്കിലും നിങ്ങൾ എന്തിന് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോൾ, മോൻ അല്പസമയം എനിക്ക് ചെലവഴിക്കാൻ ഞാൻ നിന്നോട് എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാം. ഞാൻ കേൾക്കാനൊരു മനസ്സില്ലായിരുന്നു, എങ്കിലും അവിടെ ചുറ്റുപാടും ആരും ഇല്ലാത്തത് കൊണ്ട് ആ കേൾക്കുവാൻ അന്ന് എനിക്കൊരു മനോഭാവം ദൈവം തന്നതാണ്. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറയണം. എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും എന്നെ വിട്ടുപോയി. ഞാൻ എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കൂടായിരുന്നു താമസിച്ചത്. നിന്നെ ജന്മം തരുവാൻ കഴിഞ്ഞു. അങ്ങനെ നിന്ന് ഞാൻ ഭവനത്തിലേക്ക്, എൻ്റെ ഓപ്പറേഷനായിരുന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ കുത്തിക്കെട്ട് പഴുത്ത് എനിക്ക് വേദന കൂടിയപ്പോൾ എൻ്റെ ആങ്ങളയ്ക്ക് മക്കൾ ഒന്നിൽ കൂടുതൽ മക്കളുള്ളത് കൊണ്ട് നാത്തൂൻ പറഞ്ഞു, എനിക്ക് ആരെങ്കിലും അമ്മയെ നോക്കാം, ഇല്ല മോനെ നോക്കാം, ആരില്ല ഒരാളെ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇവളുടെ ഭർത്താവിനോട് വന്നു. ആങ്ങളെ വന്നു പെങ്ങളോട് പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ കുഞ്ഞിനെ എടുത്ത് കളയുവാൻ അനുവാദം കൊടുത്തു. അങ്ങനെയാണ് കടന്നു പോയത്. എനിക്കത് പ്രയാസം തോന്നില്ല. വെച്ചാൽ 20 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ എനിക്ക് തന്നുവിട്ട എൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളും അവരെന്നോട് അനാഥെന്ന് പറയാത്തതുകൊണ്ട് ഞാൻ അവരുടെ മകനായി തന്നെ മുന്നോട്ട് ജീവിക്കുന്നു. നാടിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുള്ള ആഴമേറിയ വർത്തമാനമാണ് എന്നെ തളർത്തിയത്. തളർന്നില്ല, വീണ്ടും മുന്നോട്ട് ജീവിതം പോയി. അങ്ങനെ നിന്നപ്പോൾ വീടിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ അവശാഭോഗങ്ങളായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞാൽ എഴുത്തോ വായനകളോ ഒന്നും ശീലമില്ല. ഞാൻ അധ്വാനിക്കുവാൻ തുടങ്ങി. അധ്വാനിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കൂടെ പുകവലി മദ്യപാനവും കൂടെ കണ്ടെത്തുവാനിടയായി. അങ്ങനെ ആ വീട്ടിലെ അച്ഛനും അമ്മയും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, വഴക്ക് പറയില്ല. വെച്ചാൽ വീട്ടിൽ എന്ത് കിട്ടിയാലും കൊണ്ട് അമ്മയുടെ കൈ കൊടുക്കും. എങ്കിലും 100 കണക്കിന് വീടിയും മദ്യവും ലോട്ടറിയും എടുത്ത് ഇവിടെ നിന്നു. ചെറിയ ദാരിദ്ര്യമുള്ളത് കൊണ്ട് അച്ഛൻ്റെ ഒപ്പത്തിന് എന്തെങ്കിലും സഹോദരങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള അനുഭവത്തില്ല ലോട്ടറി എടുത്ത്. കുട്ടികളൊന്നും അടിച്ചില്ല. അങ്ങനെ വളരെ വിഷമം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോയത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, എന്തിനാ എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നേ? എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും എനിക്ക് മറുപടി പറയാനോ എനിക്ക് അതിനുള്ള അറിവൊന്നും ഇല്ലായിരുന്നു. പലപ്പോഴും ആരും അറിയാതെ ഏകാന്തതയിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരയാതിരിക്കാൻ പറ്റത്തില്ല. ഈ 5 സഹോദരങ്ങളും ഈ അപ്പനും അമ്മയും അല്ലാതെ ഞങ്ങളുടെ ബന്ധത്തിലുള്ളവരുടെ, ഞങ്ങളുടെ അയൽലോകത്തുള്ളവരുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോഴെല്ലാം ഒരു നിന്ദ പാത്രമായി തന്നെയാണ് എന്നെ കണ്ടിരിക്കുന്നത്. പഠിത്തത്തിനകത്ത് പോലും സ്കൂളിൽ പോലും കളിയാക്കുന്ന അനുഭവം 2 ഉണ്ട്. അത് പറയുവാൻ എനിക്ക് വളരെ ചെവി 2 പഴുത്ത് ഒഴുകുമായിരുന്നു. കൂട്ടുകാരുടെ അടുത്തൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഈ അനാഥത്വം, 2 എന്നെ വളരെയേറെ വേദനിപ്പിച്ചത്. ഒക്കെ ദൈവം വലിയവനായി എന്നെ കർത്താവ് ആസ്വദിച്ചു. പെറ്റതള്ളം മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, സ്വന്തം സഹോദരങ്ങൾ തള്ളിയാലും ഞാൻ നിന്നെ തള്ളില്ല എന്ന് ദൈവനോട് കരുതി അങ്ങനെ മുന്നോട്ട് പോയി, ജീവിതത്തിലേക്ക് പോയി. 97 ഞാൻ ഒരു വിവാഹം ചെയ്യുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ഭാര്യ ശോഭനയ എന്നാണ് പേര്. ദൈവം അനുഗ്രഹകരമായ 2 മക്കളെ കർത്താവ് എനിക്ക് തന്നു. നെവിൻ മോന്, നേവിയ മോള്. മോനിപ്പം ദുബായിൽ ജോലി ചെയ്യുന്നു. മോള് BSc നേഴ്സായിട്ട് പൂനായിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. സന്തുഷ്ടമായ ജീവിതം. ആ ജീവിതത്തിൻ്റെ ഇടയിലും
എൻ്റെ മദ്യപാനങ്ങളോ പുകവലികളോ ലോട്ടറികളോ ഒന്നും നിർത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മുന്നോട്ട് പോയി. വിവാഹം ചെയ്തത് ഒരു മർത്തോമ ഇടവക, തിമറകാട് മർത്തോമ സെന്റ് മാത്യൂസ് ഇടവകയിലായിരുന്നു എൻ്റെ വിവാഹം. 97 നവംബർ മാസം 2-ാം തീയതി. അങ്ങനെ സഭയിൽ അവിടെ കടന്ന് വല്ലപ്പോഴും ഒക്കെ കടന്നു പോയെങ്കിലും ജീവിതത്തിന്റെ മേഖലയിൽ കൂടെ ഞാൻ കടന്നു പോയപ്പോഴും അവിടെ ദാനിയേൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇവിടെ പറഞ്ഞു, മദ്യപാനത്തിനും പുകവലിക്കുമെതിരായി ഒരു കൂട്ടായ്മ ഉണ്ടായി, കടന്നു വരണം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇതുപോലുള്ള അനുഭവങ്ങളും എല്ലാം ഞാൻ അവിടെ ഷെയർ ചെയ്തു. എൻ്റെ കൂടെ ഇരുന്നതെല്ലാം 10, 50, 55 വയസ്സിന് മുകളിലോട്ടുള്ള പ്രായമുള്ളവരായിരുന്നു. ആ അച്ഛന് പോകാൻ സമയത്ത് എന്നോട് ആ മീറ്റിംഗ് പോകാൻ മുന്നേ എവിടെയെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ നീ കയറി പോകണം, അത് നിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ഒരു നന്മയായി മാറും. ഒരു കാരണം, ഞാൻ ദൈവദാസന്മാരെയും പ്രായമുള്ളവരെയും അറിവുള്ളവരെയൊക്കെ സമ്പത്തുള്ളവരെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമാണ്. മറ്റുള്ളവരുടെ നന്മകൾ കാണുന്നത് സന്തോഷമാണ്. വളരെയേറെ സന്തോഷം എടുത്തോടെ അച്ഛനോട് പറഞ്ഞു, ദൈവം ആയിട്ട് ഞാൻ പോവാം. എന്നാൽ എനിക്ക് പോവാനൊന്നും കഴിയുന്നില്ല. ഒരു ചങ്ങലയിട്ട് പൂട്ടിയതുപോലെ എൻ്റെ ശരീരത്ത് ആരോ പൊട്ടിയതുപോലെ എനിക്ക് ആരോടും സംസാരിക്കാൻ. എൻ്റെ മെയിൻ കാര്യം എൻ്റെ വിദ്യാഭ്യാസം ഇല്ലായ്മയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഈഗോ, ഇങ്ങനെ ഉള്ള അനുഭവമായിരുന്നു. ഇല്ല, ദൈവം അവിടുന്ന് ഇറങ്ങി ഞാൻ ഭവനത്തിൽ വന്നു. എൻ്റെ ഭാര്യ, എൻ്റെ അമ്മയും പ്രാർത്ഥന. ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയും മരിക്കണം എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ. ഒന്നിൽ ചാലുകളിലോ കണ്ടങ്ങളിലോ കുളങ്ങളിലോ രാത്രി കാലങ്ങളിൽ ഓടിപ്പോകുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഭാര്യയും അമ്മയൊക്കെ എൻ്റെ സൗരങ്ങളൊക്കെ വളരെ ദുഃഖിതരായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു ലാൻഡ് ഓഫ് ജീസസ് എന്ന് പറയുന്ന തിരുവല്ലയിൽ നടക്കുന്ന ഒരു കൂട്ടായ്മ, ചെറുപ്പക്കാർ, യൗവനക്കാർ മാത്രമായി ഇന്ന് ആർക്കും വേണ്ടാത്ത മദ്യത്തിനും ഗുണ്ടായുസമായി നടന്ന ഒരു കുറെ ചെറുപ്പക്കാർ ഒരു കൂട്ടായ്മ തിരുവല്ലയിൽ തുടങ്ങുവാൻ ദൈവം ഇടയായി. അവരന്ന് തീരുമാനിച്ചത്, എവിടൊക്കെ മദ്യപാനികളുണ്ടോ, സമാധാനമില്ലാതെ മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അവരെ ഈ സത്യ സുവിശേഷം അറിയിപ്പിക്കുക എന്ന് ഒരു തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഇടയ്ക്ക് അവരെന്നെ, എൻ്റെ പേരാരോ ഈ ചാനലിൽ ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കുന്നതുപോലെ എൻ്റെ പേരവിടെ പറയുവാനിടയായി. അങ്ങനെ തിരുവല്ലയിൽ നിന്ന് ചെറുപ്പക്കാരായ 6 പേര് എന്നെ തിരക്കി എൻ്റെ വീട്ടിൽ കടന്നു വന്നു. ഞാനന്ന് മദ്യമായിരുന്നു, എന്നാലും എനിക്ക് ചെറുതായ ഓർമ്മയൊക്കെ ഉണ്ട്. എന്നാൽ അവർ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. അവരെന്നെ വന്ന് കണ്ടു, എന്നോട് സംസാരിച്ചു. ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വിരോധമില്ല. അമ്മ പ്രാർത്ഥനക്കാരിയ, ഭാര്യ കൊണ്ടുവന്നു. അവരങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ദിവസവും അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് അവർ പ്രാർത്ഥിച്ച് കിടന്നു. അന്നൊഴും ഞാൻ മദ്യമായിരുന്നു. എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഈ മനുഷ്യൻ എപ്പോഴാ മദ്യപിക്കാതെ കടന്നു വരുന്നത്? നമ്മൾ ഇവിടുന്ന് രാവിലെ എണ്ണിച്ച് പോകുമ്പോൾ മദ്യപിക്കത്തില്ല, ബാക്കി സമയങ്ങളിൽ മദ്യപിച്ചു. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി കാലങ്ങളിൽ പിന്നെ എഴുന്നേക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു രാവിലെ, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അവർ കടന്നു വന്നു. എന്നോട് ചില നേരം സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവരുടെ നടുവിൽ ഞാനിരുന്നു. അവരെന്നോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, തിരുവല്ലയിൽ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അവിടെ എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു ദിവസം ഒന്ന് കടന്നു വരാമോ എൻ്റെ സഹോദര എന്ന്. 6 പേരും ചെറുപ്പക്കാരായതുകൊണ്ട് തിരുവല്ലയിലെ കൂട്ടുകാരുണ്ട്. ഞാനവര് മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ വർത്തമാനങ്ങൾ കേട്ടിട്ട് പോകും. സ്നേഹത്തോടുള്ള ഇടപെടൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സരിഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ ഈ വെള്ളിയാഴ്ച
നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ രാത്രി 6 മണി ആയപ്പോൾ 7 മണിക്ക് അവരുടെ മീറ്റിംഗ് നടക്കുന്നത്, കൃത്യമായി 6 മണിക്ക് തിരുവല്ലയിൽ ചെന്നു. തിരുവല്ലയിൽ ചെന്നപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വരുവാൻ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരാളെ ഇതുപോലെ സുവിശേഷത്തിൽ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളിനെ ഏൽപ്പിക്കാൻ ഇടയായി. ആള് കുറെ നേരം എന്നെ നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാണ് ആള് ആ ചർച്ചിലേക്ക് അവർ കടന്നുപോയി. ആളുടെ കുറ്റമല്ല. ഞാൻ ആ സമയത്ത് തിരുവല്ല കൃത്യസമയത്ത് നിന്നു. അന്നേരം ലോട്ടറി എടുക്കാനും സിഗരറ്റ് വലിക്കാനും മാറി നിന്നതാണ് പുള്ളിക്ക് എന്നെ കാണുവാൻ കഴിയാതെ പോയത്. എങ്കിലും 6:30, 6:45 തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അവിടെ ചർച്ചുമായി ശബ്ദം കേട്ട് എനിക്കറിയാവുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി. കയറി ചെല്ലുന്നിടത്ത് ചെറിയൊരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടും ഒരു മരം അവിടെ നിൽക്കുന്നത് കൊണ്ടും എൻ്റെ പോക്കറ്റിലുള്ള ലോട്ടറിയും സിഗരറ്റും ഒക്കെ എടുത്ത് ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് കൂടെ പൊഞ്ഞ് അവിടെ മരത്തിന്റെ ചുവട്ടിൽ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ച് ഞാൻ ആ വാതിലിലോട്ട് ചെന്നപ്പോൾ സ്റ്റേജിൽ നിന്ന് ദേവദാസന്മാർ പാടുന്നുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന 2 ദേവദാസന്മാർ തുള്ളി ചാടി എന്നെ കൂടെ കണ്ടപ്പോൾ ഗിരീഷ് ബ്രദർ എന്ന് പറയുന്ന ദേവദാസൻ എന്നെ കണ്ട് മുന്നോട്ട് വന്ന് എനിക്ക് കൈ തന്നു. എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ അകത്തോട്ട് കൊണ്ടുപോകാൻ ഇടയായി. അന്ന് എന്നെ കൂടുതൽ എന്നെ ഭവനത്തിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോണി ബ്രദർ, ജോഷി, ജോൺ ജേക്കബ്, അവിടെ മനു ബ്രദർ, എന്നെ ഈപ്പൻ ജോർജ്, ഇങ്ങനെ ഇവരെല്ലാം എന്നെ ഇവിടെ കണ്ടപ്പോൾ വലിയ സന്തോഷം. ആരാധന ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ഇത്രേ ചിന്തിച്ചതുള്ളൂ, ഇവർക്ക് എന്നെ വട്ടാണ് ഇങ്ങനെ തുള്ളുകയും ചാടുകയും ചെയ്യുന്നത്. ഒരു ലെവലില്ലാത്ത ഓടുന്നു, കരയുന്നു, ചിരിക്കുന്നു. ഞാൻ കുറേ നേരം ഇത് ശ്രദ്ധിച്ചു. എന്താണേലും വന്നതല്ലേ, അവിടെ വളരെ ശാന്തമായി ഇരിക്കേണ്ടേ. ആ മീറ്റിംഗ് കഴിയുന്ന അവസരമാകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വലിയൊരു ആശ്വാസം. ഇത്രയേ ഉള്ളൂ, എനിക്ക് പുതിയ കുറേ സഹോദരന്മാരെ കൂടെ കിട്ടിയല്ലോ, എനിക്കൊരു സന്തോഷം. അവരുടെ വേഷങ്ങൾ പല കളറിലുള്ള ഡ്രസ്സുകളായിരുന്നു, വെള്ളയും ഒന്നുമില്ലായിരുന്നു. എങ്കിലും എനിക്ക് സന്തോഷം തോന്നി. അവർ ആരാധന കഴിഞ്ഞു, ലഘുഭക്ഷണം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞായറാഴ്ച ഇവിടെ കടന്നു വരുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ മർത്തമേലല്ല പൊക്കുന്നത്, പൊക്കോ, ഒരു ദിവസം കൂടെ കടന്നു വന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്ന്. തീർച്ചയായും അങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം എനിക്ക് ഇല്ലാത്തതുകൊണ്ടും തിരുവല്ലയിൽ വന്ന കൂടുതൽ സിഗരറ്റും വലിക്കാം, ലോട്ടറിയും എടുക്കാമെന്ന മനോഭാവം ഉള്ളതുകൊണ്ടും ഞങ്ങളുടെ അവിടുന്ന് എൻ്റെ ഭാര്യയോടും അമ്മയോടൊക്കെ പറഞ്ഞു, ഞാൻ എന്നോട് തിരുവല്ലയ്ക്ക് പ്രാർത്ഥിക്കും, അവരോട് എപ്പം മണിയേലും പൊക്കൂ, പ്രാർത്ഥനയ്ക്കല്ലേ, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ഇങ്ങനെ കിടന്നുപോയി. എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ അമ്മ എന്നെ ഞാൻ കാണുന്ന കാലം വിളക്ക് കത്തിച്ച് ബൈബിൾ വായിക്കുന്ന ഒരു അനുഭവം എൻ്റെ ശ്രദ്ധയിലുണ്ട്. അമ്മ സ്നാനപ്പെട്ടതായിട്ടുള്ളതും എൻ്റെ ചിന്തയിലും അറിവിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നെല്ലിമല ദേശം എന്ന് പറയുന്ന എരുവേലി അല്ലെ കുമ്മനാട് ദേശം പറഞ്ഞ വിശ്വാസത്തിന്റെ ഒരു ഈറ്റുന്നുവുള്ള സ്ഥലമായതുകൊണ്ട് ദൈവദാസന്മാർ കൂടുതലുള്ളതുകൊണ്ട് ബന്ധുക്കോസ് അനുഭവം കൂടുതലുള്ളതുകൊണ്ട് അവരുടെ സ്നാനങ്ങളൊക്കെ കാണുമ്പോൾ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും വെള്ളമുണ്ടും ഒക്കെ ഉടുത്ത് വെള്ള സാരിയൊക്കെ ഉടുത്ത് സ്നാനപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിൽ മുമ്പായി ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടും എൻ്റെ മനസ്സിനകത്ത് ഒരാഗ്രഹമുണ്ട്. ഞാൻ മദ്യപാനമൊക്കെ നിർത്തി ഞാൻ ബന്ധുക്കോസ് അനുഭവത്തിൽ പോകുകയാണെങ്കിൽ എനിക്ക് വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും ഇട്ട് കലക്ക വെള്ളത്തിൽ എനിക്ക് സ്നാനപ്പെടണമെന്ന് എൻ്റെ മനസ്സിനകത്തുണ്ട്. ആ ഞായറാഴ്ച പോയപ്പോഴും ഇത് എൻ്റെ മനസ്സിലൊന്ന് ഉണർന്നു വന്നു. ഞാൻ ആരാധനയ്ക്ക് പോയി. അവർ വളരെ സ്നേഹമായിട്ട് എന്നോട് ഇടപെട്ടു. അവരൊക്കെ എനിക്കൊരു കരുതൽ വന്നു. എൻ്റെ മദ്യപാനം ഒന്നും നിന്നില്ല, പുകവലി ഒന്നും നിന്നില്ല. എങ്കിലും ഇവര് സന്ധ്യ ആകുമ്പോൾ ഇവരുടെ വാഹനം അല്ലെ ഓട്ടോ പിടിച്ച് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും എന്നെ അന്വേഷിക്കുകയും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, എരുവേലിൽ ഒരു മീറ്റിംഗ് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എരുവേലി YMCA
ഒരു മീറ്റിംഗ് നടത്താം. അങ്ങനെ 2010 അവര് എരവേരി YMCA ഒരു മീറ്റിംഗ് സ്റ്റാർട്ടിങ് ഒരു നൈറ്റ് ആയിരുന്നു. അവിടെ എൻ്റെ ഡ്യൂട്ടി ജനത്തെ കൊണ്ടുവിടാനുള്ളവരെ ഫോട്ടോ പിടിച്ച് സ്കൂട്ടറിലൊക്കെ കൊണ്ടുവിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ എരവരിക്കാരനായതുകൊണ്ട് ഞാൻ അവർക്കത് സപ്പോർട്ട് ചെയ്തു. ഞാൻ മീറ്റിങ്ങിന് ഇരുന്നു. ആ സമയത്ത് ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് ഓരോരുത്തരെയും കൊണ്ടുവിട്ട സമയത്ത് രാത്രി 10:30-10:45 കൊണ്ടുവിട്ട് ഇനി ഉണ്ടോ എന്ന് നോക്കാൻ കടന്നു വന്ന സമയത്താണ് മനുവും ബ്രദറും ഡേവിഡ് ബ്രദറും എന്ന 2 സഹോദരന്മാർ ആ YMCയുടെ അവിടെ നിൽക്കുന്നു. ഞാൻ വന്നതിനോട് ചോദിച്ചു, ഷാജി ബ്രദറെ എല്ലാവരും പോയി, ഇനി ആരുമില്ല, ഇനി ഞങ്ങളുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാ പോകാത്ത? ഞങ്ങൾ ഒരാൾ വരും, കാറ് കൊണ്ട് വരും, ആ കാറിൽ ഞങ്ങൾ പോകാം. എന്നോട് ചോദിച്ച ചോദ്യം രാത്രി 11 മണിക്ക് ആകുന്ന സമയത്ത്, ഷാജി ബ്രദറെ ബീഡി വലിക്കുമോ? ഞാൻ പറഞ്ഞു, വലിക്കും. കുടിക്കുമോ? കുടിക്കും. നിർത്തുവാൻ ആഗ്രഹമുണ്ടോ? ഞാൻ അവരോടൊന്നും മറച്ചു വയ്ക്കില്ല. എനിക്ക് കഴിയത്തില്ലെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു, നിർത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറയുവാനിടയായി. അന്ന് രാത്രി 11 മണിക്ക് എന്നെ ആ എരുവേരിയുടെ YMCയുടെ റോഡിന് ഉപയോഗിച്ച് തന്നെ അയറബിൽ നിർത്തി. ഇവർ 2 പേരും എൻ്റെ തലയിൽ കൈവച്ച് അവർ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ വീഴുവാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. ഞാൻ അവരോട് കൈ കൊടുത്തു, ഞാൻ പോവാന്ന് പറഞ്ഞു. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് വലിക്കുവാനും ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എൻ്റെ വീടിനകത്ത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് വലിക്കാം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുവാൻ ഞാൻ അവിടെ എൻ്റെ പാത്രത്തിൻ്റെ ആ വലിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. 2 ദൈവദാസന്മാര് പറഞ്ഞതല്ലേ വലിക്കണ്ട, കുടിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ വലിക്കുന്നില്ല. എന്നാൽ എനിക്കത് ഞാനന്ന് ആ വീഡിയോ അവിടെ വെച്ചു. ഞാൻ വലിച്ചില്ല. ഞാൻ പോയി കിടന്നു. അവരെല്ലാം ചോദിച്ചു, വലിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല. 2 ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളോട് ആദ്യമായി സംസാരിച്ചതാണ്. ഒന്നും വേണ്ടിയില്ല. ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാപ്പിക്ക് മുമ്പായി വലിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് എടുക്കാൻ ചെന്നും പറഞ്ഞു, ഇന്നലെ എനിക്ക് വേണ്ടി 2 ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതല്ലേ വലിക്കാതിരിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് വലിക്കുന്നില്ല. അങ്ങനെ 2ാമത്തെ ദിവസം കഴിഞ്ഞു. എൻ്റെ 3ാമത്തെ ദിവസം ഇതുപോലെ തന്നെ വലിക്കും കുടിയും ഒന്നുമില്ലാതെ ലോട്ടറി എടുക്കുന്നില്ലാതെ ഇരുന്നപ്പോൾ എനിക്ക് വലിയ അതിവേദനമായ പല്ലുവേദന. ഭാര്യയും ഞാനിങ്ങനെ കട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ വേദന വന്നപ്പോൾ ഭാര്യയോട് മാറിക്കോളാൻ പറഞ്ഞു. എൻ്റെ പെങ്ങളുമുണ്ട്, അമ്മയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന്, എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ അന്ന് ഒരു തലവേദന ഞാൻ പിടിച്ചതേ എനിക്കറിയാം ഓർമ്മയുള്ളൂ. പിന്നെ അത് ചിന്ന ഭിന്നമായി ചെതറിപ്പോകുന്ന ഒരു അനുഭവം ഉണ്ട്. എൻ്റെ പെങ്ങൾ പറഞ്ഞു, മോനെ വീടി വലി നിർത്തിയതിൻ്റെയാ. ഞാൻ പറഞ്ഞു, ഇത് കർത്താവാ പറഞ്ഞു വീടി നിർത്താൻ, ഞാനല്ല. എനിക്ക് നിർത്തുവാൻ കഴിയില്ല, എനിക്ക് ആഗ്രഹമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ആ പല്ലുവേദന അന്നുകൊണ്ട് മാറുവാൻ ദൈവം കൃപ തന്നു. ഞാൻ വലി നിർത്തി. പിന്നെയും ഞാൻ സഭയിലേക്ക് കടന്നുപോയി. അങ്ങനെ നിന്നപ്പോൾ ദൈവദാസന്മാരുടെ വചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ പഴയ ആഗ്രഹങ്ങൾ, എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളൊരു ആഗ്രഹവും എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയുണ്ട്. എന്നോട് ഞാൻ ആദ്യം ഈപ്പൻ ജോർജ് സാറിനോട് പറഞ്ഞു, ദിവാസ എനിക്കൊന്ന് സ്നാനപ്പെടണം, അതിനല്ല നമുക്ക് നാളെ ഒരു ക്ലാസ് പങ്കെടുക്കണം, അതിന് ശേഷം നമുക്ക് സ്നാനപ്പെടാം, വീട്ടിൽ പറയണം, ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ 13 വർഷമായിട്ട് തലച്ചോറിനകത്ത് ബ്ലഡ് കെട്ടിയായി. തിരുമുകാരനായിരുന്നു അച്ഛൻ. അമിതമായി പുകവലി, പഞ്ചാബ് പഠിക്കാൻ കൊണ്ടിരുന്നു.
രോഗിയായി കിടപ്പായിരുന്നു. അച്ഛനെ ഞാൻ നോക്കുമെങ്കിലും അച്ഛനോടും അമ്മ വിശ്വാസത്തിൽ പോയിട്ടുണ്ട്. അമ്മയോടും എൻ്റെ ഭാര്യയോടും പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സ്നാനപ്പെടണം ഒരു തോന്നലുണ്ട്. ഞാൻ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ സഭയിലാണ് അമ്മേ, ഞാൻ ഇവിടെ സ്നാനപ്പെടാം, അമ്മ അവിടെ നമുക്ക് സ്വർഗനാട്ടിൽ ഒന്നിച്ച് കാണാം. എൻ്റെ കുഞ്ഞ് എങ്ങനെയും പോയി സ്നാനപ്പെട്ടാൽ മതി, എനിക്കത് മതി. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടണോ, നിനക്ക് സ്നാനപ്പെടണോ ആഗ്രഹമുണ്ട്. അവൾ പറഞ്ഞു, എന്നെ വിളിക്കരുത്, നിങ്ങൾ സ്നാനപ്പെടുന്നതിനകത്ത് എനിക്കൊരു വിരോധമില്ല. അവിടെ ഒരു ആഗ്രഹം, ഞാൻ മദ്യപിക്കാതെ ഇരിക്കണം, ഞാൻ വീട്ടിലെ അലോഗ്യം നിർത്തണം എന്ന് മാത്രം എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ അവൾ വേദനിച്ചിട്ടുണ്ട്. പല രാത്രി പല ചുവട്ടുകളിലൊക്കെ ഇരുന്ന സന്ദർഭം ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയാനിടയായി. എൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ ഭയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഒറ്റ വാക്യമുള്ളൂ, ഞാൻ സ്നാനപ്പെടുന്നത് ഒന്ന് കാണാൻ വരാമോ? എന്നോട് പറഞ്ഞു, തീർച്ചയായി ഞാൻ കടന്നു വരും. അമ്മയ്ക്ക് അച്ഛനെ നോക്കുന്നതുകൊണ്ട് വരുവാൻ സാധിച്ചില്ല. കുഞ്ഞുങ്ങൾ അതിനുള്ള പ്രാപ്തിയായില്ലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ച്, എനിക്കെൻ്റെ മൂന്നാമത്തെ പെങ്ങളുടെ ഭർത്താവ് ജോയി എന്ന് പറയുന്ന അളിയൻ എനിക്ക് നല്ലൊരു വെള്ള ഷർട്ടും ഒരു കറുത്ത പാൻറ്റും തന്നു. ഞാനത് ഇട്ട് വേറെ ഡ്രസ്സ് ഭാര്യ എടുത്തു. ഞങ്ങൾ ചർച്ചിൽ വന്ന് അവിടെ 1/4 മണിക്കൂറോളം ക്ലാസ് എടുക്കാൻ ദേവദാസിൻ്റെ കൂടെ ഇടയായി. ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഈപ്പൻ ജോർജ് എന്ന് പറയുന്ന ദേവദാസൻ റെഞ്ചിൽ നിന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എന്നോട് പറഞ്ഞു, നമുക്ക് സ്നാനക്കുളത്തിലേക്ക് സ്നാനപ്പെടാൻ വേണ്ടി പോവാം. ഞാൻ എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞു, കറ്റോട്ട് ആറ്റിലാണ് സ്നാനപ്പെടുന്നത്. എൻ്റെ ആഗ്രഹം ഇതുള്ളൂ, കലക്ക വെള്ളം വേണമെന്ന്. ഞാൻ ആറ്റിൻ്റെ തീരത്ത് ചെന്നപ്പോൾ അന്ന് സ്നാനപ്പെടാൻ 2-3 പേരുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ചോദിച്ചതുപോലെ കിട്ടി. എനിക്ക് കലക്ക വെള്ളവും കിട്ടി, വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും കിട്ടി. എന്നാൽ എൻ്റെ പേരിൽ വിളിച്ച് സ്നാനപ്പെടുവാൻ ആറ്റിലേക്ക് ഇറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് അധികം വചനമൊന്നും അറിയില്ല, എങ്കിലും കേട്ട പരിചയവും പ്രസംഗം അനേക കേൾക്കുന്നത് കൊണ്ട് പുരുഷന്റെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു ഭാര്യയെ എന്ന ഒരു വാക്യം എൻ്റെ മനസ്സിലന്ന് പെട്ടെന്ന് ചിന്ത വന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. ഞാൻ കർത്താവിനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ വാരിയിൽ നിൽക്കുന്നു, ഞാൻ അങ്ങോട്ട് വരുക എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ആ ദേവദാസന്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിച്ച് ആ കൈകീഴിൽ ദൈവത്താൽ എനിക്ക് സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ആ ഭാഗ്യം കഴിഞ്ഞ് ഞാൻ മുകളിലേക്ക് കയറി വരുമ്പോൾ എന്നെ പുതപ്പിക്കുവാൻ എൻ്റെ സഹോദരന്മാർ അടുത്ത് ഒരു സ്ത്രീ നടന്നു പോകുന്നു. ഡ്രസ്സ് വേറെയാണ്. നോക്കിയപ്പോൾ അത് എൻ്റെ ഭാര്യയാണ്. ഞാൻ അവരോട് പറഞ്ഞ്, ഞാൻ ഇരുന്നില്ല, ആള് പോയിട്ട് വരട്ടെ, സ്നാനപ്പെട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ തോർത്താം. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ എന്നോടൊപ്പം എന്നെ സ്നാനം കഴിഞ്ഞതിനൊപ്പത്ത് തന്നെ സ്നാനപ്പെട്ട് വെള്ളേക്ക് കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്ത് പറ്റി, എന്നാ സ്നാനപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ തീ കത്തുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. ഈപ്പൻ ജോർജിന്റെ ദേവദാസിയോട് ജയനാൻഡിയോട് ഞാൻ ചോദിച്ചു, ജയനാൻഡി, എനിക്ക് സ്നാനപ്പെടുവാൻ ഒരു ആഗ്രഹമുണ്ട്, അത് ഇപ്പോൾ നടക്കും എന്ന് പറയുവാൻ ശോഭന ഇടയായി. ആ ദേവദാസി ഉടനെ പറഞ്ഞ വാചകം, ഇന്നലെ രാത്രിയിൽ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞപ്പം പറഞ്ഞു, ജയനെ വണ്ടിക്കകത്ത് ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് കരുതിക്കോണം, ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചുരിദാർ കരുതിക്കോണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാറിനകത്ത് ജയനാൻഡി ഒരു ചുരിദാർ എടുത്തിട്ട് വണ്ടിയായി. പിന്നെ അവള് പറഞ്ഞു, വാദ്യം ശോഭന ഇങ്ങനെ പറഞ്ഞു, ജയനാൻഡി, ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല, ഞാൻ ക്ലാസ്സിൽ ഇരുന്നൊന്നുമില്ല. എങ്ങനെയുണ്ട്, ദൈവം മുന്നേറെ നിയമിച്ചിട്ടുണ്ട്, വാഹനത്തിൽ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലാസ്സിൽ വന്ന് പേര് കൊടുത്തില്ലേലും ക്ലാസ് കേട്ടു, സ്വയമായ ഒരു തീരുമാനം എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടുവാൻ അടുത്ത് നിന്ന് വിശ്വാസമായിട്ട് ചോദിച്ചു, അതിനെന്നാ സ്നാനപ്പെടുവാൻ ഇടയായി. അതും എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗ്യം. മുന്നേറെ ഒരു കാര്യം തീരുമാനിക്കാതെ
ഒന്നിച്ച് സ്നാനക്കുളത്തിനോട് ചെന്നപ്പോൾ എന്നോടൊപ്പത്തിന് എൻ്റെ ഭാര്യയും ഇറങ്ങി സ്നാനപ്പെട്ടത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ എന്തുകൊണ്ടും ഒരു ഭാഗ്യവാനാണ്. എനിക്ക് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തിയും അറിയാൻ ദൈവം ചെയ്യുന്നു. അങ്ങനെ ശോഭനയും സ്നാനപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടന്നു വന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ഭവനമായിരുന്നു. മുഴുവൻ ചോർന്നൊഴുകുന്ന അനുഭവം. വിശ്വാസത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ നിന്ന് എന്ത് ചെയ്യാം, നല്ല പ്രവൃത്തികൾ എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് കഴിയുന്നത്. എനിക്ക് പ്രസംഗം അറിയത്തില്ലെന്നുള്ളത് എനിക്കറിയാം, വായനശീലമില്ലെന്നറിയാം. അങ്ങനെ ചർച്ചുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ ഈപ്പൻ ജോർജ് എന്നോട് പറഞ്ഞു, ഒരു 7 ദിവസത്തെ ഒരു ബൈബിൾ ക്ലാസ് എൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. സന്തോഷ് ദേവുടെ ദേവദാസനാണ് അതിന് പങ്കെടുക്കുന്നത്. ഷാജി ബ്രദർ അതിന് മേടിക്കണം. ഞാൻ വെച്ചാൽ പണിയും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ പകൽ മുഴുവൻ അവിടെ ഇരിക്കുവാനില്ല. എൻ്റെ ഭാര്യ പറഞ്ഞു, ഇല്ല, പണിയൊക്കെ മാറ്റി 7 ദിവസം നിങ്ങളെ ക്ലാസ്സിന് പങ്കെടുക്കണമെന്ന്. ഞാൻ പങ്കെടുത്തു. ഞാൻ പറയാനുള്ള കാര്യം, ഇതിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും, വലിയവരും ചെറിയവരും അറിവുള്ളവരും എല്ലാം, അവരുടെ ബുക്കും ബൈബിളും പേനായും എല്ലാം അവരുടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലൊരു ബൈബിൾ മാത്രമേ ഉള്ളൂ. അത് വളരെയേറെ തുറക്കാത്ത സിപ്പിട്ട് പൂട്ടി വെച്ച ഒരു ബൈബിൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ കയ്യിൽ ആയുധമുണ്ടെന്നുള്ളൂ. അതിന് പ്രവർത്തിക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ മാറോടി ചേർത്ത് പിടിച്ച് കയറി ഏറ്റവും പുറയിലത്തെ ഒരു സീറ്റിൽ ഇരിക്കാൻ തുടങ്ങി. ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നോട്ട് എഴുതുന്നു, ഞാനത് കാണുന്നു. എല്ലാവരും ബൈബിൾ വായിക്കുമ്പോൾ ഞാനും ചുമ്മാ അത് തുറന്നിട്ട് നോക്കി നിൽക്കും. അങ്ങനെ 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസത്തിലേക്ക് വന്നപ്പോൾ ദേവദാസന് ഒരു മണിക്കൂർ ദേവദാസനൊന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നപ്പോൾ ദേവദാസൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞേ ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് എത്ര 20 അധ്യായം വായിക്കണം. നിങ്ങൾ 20 അധ്യായം വായിക്കണം. ഞാൻ ആ മൂലക്കിരുന്നു പറഞ്ഞു. LKG ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് കേട്ടോ. LKG UKG ഒന്നും ഇവിടെ ഇല്ല, എല്ലാവരും ഒരുപോലെ, എല്ലാവരും ബൈബിൾ കൊടുക്കാൻ പറ്റും. അന്ന് ദൈവത്തിന്റെ കൃപയോടെ സന്തോഷത്തോടെ ഞാൻ ബൈബിൾ തുറന്നു. എനിക്ക് തുറന്ന് ഏത് അധ്യായം തന്നെ എൻ്റെ മനസ്സിനകത്തിരുന്ന് റോമർ 5 എങ്കിലും ഞാനത്തെ നോക്കിയിട്ട് ഞാൻ കർത്താവിനോട് ഈ വാക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവല്ലേ, എന്നെ ഒന്ന് പഠിപ്പിക്കണം. മറ്റ് മനുഷ്യന്റെ മുന്നിൽ പോയി ബൈബിൾ പഠിക്കുവാൻ അല്ലെ അക്ഷരം പഠിക്കുവാൻ എനിക്ക് ഇനി പ്രായം ആയതുകൊണ്ടും മക്കളുള്ളതുകൊണ്ട് എനിക്കൊരു മടിയുണ്ട്. അതുകൊണ്ട് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കണം. ഞാൻ ആ ബൈബിളിനകത്ത് എൻ്റെ കണ്ണുകളിലെ ഓരോ കണ്ണുനീർ തുള്ളികളിലേക്ക് ആ ബൈബിൾ പുസ്തകത്തിനകത്തോട്ട് വീഴുന്നേം കണ്ടു. ഞാനത് തുറന്നു വെച്ചുകൊണ്ടിരുന്നു. 20 അധ്യായം പറ്റില്ലേലും ഓരോ വരികളിൽ കൈകൊണ്ടും തൊട്ട് നീക്കി കുറേ അധ്യായങ്ങൾ ഞാൻ നീക്കുവാൻ ദൈവം പറയുന്നു. അന്ന് ഞാൻ തീരുമാനം എടുത്തു, എൻ്റെ വീട്ടിൽ പോയി ഞാൻ ഇതേപോലെ തന്നെ ഈ ബൈബിളിനകത്ത് വായിക്കാൻ ശ്രമിക്കും. എൻ്റെ ഭാര്യയോട് പോലും പറയുന്നില്ല, എൻ്റെ മക്കളോട് പോലും പറയുന്നില്ല, മക്കളെ എനിക്കൊന്ന് വായിച്ചു തരാൻ. എനിക്കൊരു ഈഗോ അല്ലെങ്കിൽ മടി ഇവരുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഉണ്ടാവില്ല. എനിക്ക് കളിയാക്കിൻ്റെയും ഒറ്റപ്പെടുത്തിൻ്റെയും ഒരു കൂമ്പാരം എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഇനി ഇതൂടെ എനിക്ക് വേണ്ട എന്ന് ഒരു തീരുമാനമായിരുന്നു. അതിനേക്കാളും വലുതായിട്ട് കണ്ടെത്തുന്ന വിശ്വാസത്തിന് എന്ത് ചെയ്യാം, ആരെ സഹായിക്കാം, ഉപകാരങ്ങൾ എന്ത് ചെയ്യാം. എനിക്ക് പണി ചെയ്യുന്നുണ്ട്, ഞാൻ സ്വന്തം പണിയും, എൻ്റെ കൂടെ കുറെ പണികളുണ്ട്. സാമ്പത്തികങ്ങൾ കിട്ടിയാൽ സഹായിക്കും, രോഗികൾക്ക് വേണ്ടി സഹായിക്കും, അരിയില്ലാത്തവർക്ക് വീട്ടു സാധനങ്ങൾ മേടിച്ചു. ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് അന്നെടുത്ത് തീരുമാനം പോലെ ആ ദൈവദാസൻ പറഞ്ഞ ആ വാക്കുകൾ അനുസരിച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ദൈവനാമത്തിൽ പറയുവാൻ കഴിയും, ഈ 19 വർഷമായി 11 പ്രാവശ്യം ബൈബിൾ മൊത്തം വായിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നും പണി കഴിഞ്ഞ് വന്നാലും രാത്രിയിൽ എത്ര മീറ്റിംഗ് കഴിഞ്ഞ് വന്നാലും എൻ്റെ ഭവനത്തിൽ ചെന്നാൽ ബൈബിൾ എടുക്കുക, പുതിയ നിയമവും പഴയ നിയമവും സാങ്കേതികങ്ങളൊക്കെ വായിക്കുക, അതെൻ്റെ ഒരു ഹോബിയായി മാറി. അതെനിക്ക് ഏത് രാത്രിയിൽ വന്നാലും ഏത് ക്ഷീണത്തിൽ വന്നാലും എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയില്ല.
അങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ചർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഗിരീഷ് ബ്രദർ പറയുന്ന യുവദാസൻ ബോംബെയിലേക്ക് സുവിശേഷ ഭാഗമായി ഒന്ന് പോവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പറഞ്ഞു, ഷാജി ബ്രദറെ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ പോവുകയാണ്. എനിക്ക് ഷാജി ബ്രദറിന്റെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഷാജി ബ്രദർ സമയം ഒന്ന് പറയാമെങ്കിൽ എനിക്ക് ആ വീട്ടിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ ഒരു ദിവസത്തെ 3 ദിവസത്തെ മീറ്റിംഗ് ആയി നിർത്തിയേക്കാറുണ്ട്. ആയിക്കോട്ടെ. അങ്ങനെ 2011-10 എനിക്കൊരു കൺവെൻഷൻ നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നു. ഷെക്കേന എന്ന പേരിട്ട് ആ 3 ദിവസത്തെ കൺവെൻഷനുകൾ നടപ്പാടിയായി വരുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാവിധ സഹായവും സഹകരണങ്ങളും കൊടുത്ത്, ഭക്ഷണം വരെ കൊടുത്ത്, ലക്ഷങ്ങൾ ചെലവാക്കി ദൈവം എനിക്ക് അങ്ങനെ നടത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിനകത്ത് തന്നെ ആരോടും കൺവെൻഷൻ നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ഉപയോഗിച്ചില്ല. എല്ലാ ദിവസങ്ങളിലും എൻ്റെ പണി മേഖലയിൽ നിന്ന് 500 രൂപ വെച്ച് ഞാൻ വഞ്ചിക്കാത്തിടും. എന്നെ സഹായിക്കുന്ന, അല്ലെ എൻ്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്ന നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാരുണ്ട്. ഒന്ന്, അന്ന് ഫെലോഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ചെറിയാൻ, മേജർ ലൂക്ക്, അങ്ങനെ കുറെ ആൾക്കാരെന്നെ അതിനുവേണ്ടി പ്രോത്സാഹനമായി എന്നോട് പറഞ്ഞു നിർത്തിക്കും, ഞങ്ങൾ സഹായിക്കാം. ആരോടും പിരിവ് ചോദിച്ചില്ലെങ്കിലും ആരും അറിയാതെ ദൈവവുമായി മാത്രമായി ബന്ധത്തിൽ കൊണ്ടുവന്ന് കുറെ പൈസകൾ തരും. അങ്ങനെ 3-4 ദിവസം വർഷങ്ങളായി കൺവെൻഷനുകൾ നടന്നു. 13 കൺവെൻഷൻ നടത്തി. നമ്മുടെ കൊറോണ വന്നപ്പോഴാണ് നിർത്തിയത്. അത് പിന്നെ ഇതുവരെ തുടങ്ങിയില്ല. എന്നാൽ ദൈവനാമത്തിൽ ഒന്ന് പറയാൻ കഴിയും, എന്ന് വിശ്വാസത്തിൽ ഇറങ്ങിയോ അന്ന് മുതൽ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഭവനത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തുവാൻ അനേക ദൈവദാസന്മാർ, ദൈവത്തിൽ ശുശ്രൂഷിക്കുന്ന ഭക്തന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വരെ ദൈവം മനോഹരമായി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നടത്തുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഞാനിങ്ങനെയൊന്നും പറയുവാനൊന്നും അറിയില്ല. എൻ്റെ ജീവിതം ഒത്തിരി സന്തോഷം നിറഞ്ഞാണെങ്കിലും ഇങ്ങനെ ഒരു വേദി ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഫാസ്റ്റായിട്ടൊക്കെ പറയുന്നതിനോട് ക്ഷമിക്കണം. കേൾക്കുന്ന ജനത്തിന് ഒരു അനുഗ്രഹകരമായി തിരുവാൻ ഇവിടെയാണ്. ഞാൻ എൻ്റെ ഭവനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 2 മുറിയുടെ ഒരു ഓടിട്ട ചോരുന്ന നല്ല ചോർച്ചയുള്ളൊരു ഭവനമായിരുന്നു. ഈ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ എൻ്റെ വീടിനകത്ത് ഭക്ഷണം കഴിച്ചവരുടെ പല പാത്രത്തിലും മഴ പെയ്യുമ്പോൾ വെള്ളം കിടന്നു വന്നിട്ടുണ്ട്. പല ദൈവദാസന്മാർ, പ്രത്യേകിച്ച് രാജേഷ് പറഞ്ഞിട്ടുണ്ട്, ഷാജ 8 വർഷമായി ഞാനിവിടെ പ്രാർത്ഥന നടത്തുന്നു. ഷാജ നീ ഒരു വീട് വെക്കാതെ എന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. ഞാൻ ഇവിടെ വീടല്ല, ദൈവം എന്നെ വളർത്തിയല്ലോ, എന്നെ ഇത്രത്തോളം നടത്തിയല്ലോ, അതാ എനിക്ക് ഏറ്റവും വരുന്നത്. വീടില്ല. എൻ്റെ ഭാര്യ എന്നാലും പറയും, നിങ്ങൾക്കൊരു ഭവനം പണിയാൻ നിങ്ങൾ പഞ്ചായത്തിൽ തിരക്ക്, അത് ആരോട് ചോദിക്കേ എന്നൊക്കെ പറഞ്ഞ് എന്നോട്. എൻ്റെ കുഞ്ഞുങ്ങൾ നനയൊന്നും കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവം ഭവനം തരുന്ന ഭവനം അനുഗ്രഹകരമായ ഭവനമാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു 2 നില വീട് ഞാൻ വെച്ച് തരൂ. ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഉള്ള വീടിന്റെ കമത്ത് ഓടൊന്ന് മാറ്റുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 നില വെക്കാം. പല പ്രാർത്ഥനാ വിഷയത്തിനകത്ത് അവൾ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയരുത്. നമ്മൾ പ്രാർത്ഥിക്കും എത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കും, ദൈവം തരുമ്പോൾ സ്ക്വയർ ഫീറ്റ് അളക്കാതെ ദൈവം തരും. എനിക്ക് 5 പെങ്ങന്മാരായിരുന്നു പറഞ്ഞല്ലോ. എൻ്റെ അപ്പൻ പെങ്ങന്മാരെല്ലാം കെട്ടിച്ചു കഴിഞ്ഞപ്പം 3 സെന്റ് സ്ഥലമായി മാത്രം മാറേണ്ട ഒരു അനുഭവം വന്നു. അതില് 1.5 സെന്റ് എൻ്റെ പേരിൽ, 1.5 സെന്റ് എൻ്റെ അളിയന്റെ പേരിലുമായി എഴുതി വെക്കേണ്ടതായിട്ട് വന്നുകൊണ്ട് ആ സ്ഥലം വെറും 3 സെന്റ് സ്ഥലത്തിലാണ് ഞങ്ങളുടെ വീടിരുന്നത്. അങ്ങനെ ദൈവം ആ ഭവനത്തിൽ വെച്ച് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഒന്നിനും ഈ മാറണമില്ലെങ്കിൽ എൻ്റെ സഹോദരിയെ മാറ്റി പാർപ്പിടം ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് ദൈവത്തിന്റെ കൃപയാൽ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കാൻ ദൈവം എനിക്ക് ഒരുക്കി. ഞാനത് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഭവനം
പിന്നെയും എൻ്റെ കയ്യിലും എൻ്റെ അപ്പനും അമ്മയും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണം ഇപ്പം മരിച്ചിട്ട് 13 വർഷമായി. അമ്മ ഉണ്ട്. 2018 എന്നോട് ദൈവം പറഞ്ഞു, ഈ വീട് മൊത്തത്തോട് പൊളിക്കാൻ ദൈവം പറഞ്ഞു. ഒരു രാത്രി വന്ന് എന്നെ ഭാര്യ പറഞ്ഞു, നാളെ ഞാൻ എൻ്റെ ഭവനം പൊളിക്കുകയാണ്. നമ്മളെവിടെ താമസിക്കും, നമ്മൾ വാടകയ്ക്ക് പോകുന്നു. ഞാൻ പൊളിച്ചു തരാം. അങ്ങനെ ഒരാളെന്നോട് ഒരു ദൈവ കുടുംബം എന്നോട് പറഞ്ഞു, നിങ്ങൾ പൊളിച്ച് തറ കെട്ടി തരുവാണെങ്കിൽ 1 നില വാർത്ത് തരാം, അതിൽ 4 ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞ എഗ്രിമെന്റിലേക്കാണ്. ഞാൻ ആ ഭവനം പൊളിച്ചു. വാനം എടുത്തപ്പോൾ ഞാൻ അവർ വിട്ട ഒരു കോൺട്രാക്ടറായിരുന്നു. എന്നോട് ഞാൻ പറഞ്ഞു, തറയുടെ പൈസ ഞാൻ തരാം, കല്ലു കൊണ്ടല്ലോ. ഞാൻ ആ മേസിനോട് കോൺട്രാക്ടറോട് പറഞ്ഞു, എൻ്റെ ഭവനം തറയിടുവാണെങ്കിൽ 2 നിലയ്ക്കുള്ളതേ പറഞ്ഞു, 1 നിലയാ പറഞ്ഞിരിക്കെങ്കിലും 2 നിലയ്ക്കുള്ള തറയുണ്ടാവും. ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു. മേസ്രിയും കോൺട്രാക്ടർമാരും എല്ലാം കൂടെ ചിരിച്ചു. എല്ലാവരും പണിത് ആകെ 1 നിലയ്ക്കുള്ള പൈസ 2 നിലയ്ക്ക് എന്തോ അല്ല അവർക്ക് സാധനം കൊടുത്തു. ദൈവത്തിന്റെ കൃപയാൽ പണിതു. 1ാമത്തെ നില അന്ന് പണിതപ്പോൾ 690 സ്ക്വയർ ഫീറ്റിൽ ഒരു ഭവനമാണ് പണിതെങ്കിലും ഞാൻ മെസ്രിയോട് പറഞ്ഞു, ആ മേളത്തെ നില കമ്പി കെട്ടിക്കൊടുന്നു. മെസ്രി 2ാമത്തെ നില കമ്പി കെട്ടുന്നതായി ഓർത്ത് കെട്ടിക്കോണം. ദൈവം എന്നോട് അങ്ങനെ പറഞ്ഞു. 2018 കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്നു, പല സഹായങ്ങളൊക്കെ മാറി. ഞാൻ അറിയുന്നില്ല. എന്നിൽ ദൈവം പറയുന്നതിനനുസരിച്ച് ഞാൻ പണികൾ മുന്നോട്ട് പോയി. അങ്ങനെ പണിത് അത് 2 നിലയിലേക്ക് എത്തുവാൻ ഇടയായി. 2019 കഴിഞ്ഞു, 20 2 നിലയിലെടുത്ത് ഇപ്പോൾ എൻ്റെ അമ്മയുടെ കൊറോണ കഴിഞ്ഞു, എൻ്റെ അമ്മയുടെ മരണം ഇടയായി. ആ ശുശ്രൂഷയും ദൈവത്തിന്റെ പണിക്ക് മുമ്പായി അതിനകത്ത് അമ്മയുടെ ശുശ്രൂഷ നടത്താൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ പണി തീർത്തിപ്പോൾ 3 വർഷമായി ഞാൻ മനോഹരവും അനുഗ്രഹകരമായി എൻ്റെ ഒരു ഭവനം ദൈവം എനിക്ക് തന്നു. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞ ഭവനത്തിന്റെ കയറിത്താമസത്തിന് ശുശ്രൂഷയ്ക്ക് കടന്നു വന്നപ്പോൾ ആ വാടക വീട്ടിൽ നിന്ന് കടന്നു വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മുറ്റത്ത് വന്നു നിന്നേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്കൊരു 2 നില വീട് ഞാൻ വെച്ചു. ഇത് ദൈവം നമുക്ക് തന്നതാണ്. ഒരു പൈസ പോലും നമുക്ക് ആർക്കും അവകാശമില്ല, ആരോട് ചോദിക്കാതെ ഇങ്ങോട്ട് കൊണ്ടു തന്നതല്ലാതെ എൻ്റെ ഭവനത്തിന് വേണ്ടി തരണം എന്ന് പറയുവാൻ ദൈവം കൈ നീട്ടുവാൻ ദൈവം ഇടയാക്കിയിട്ട. എൻ്റെ മക്കളോടും പറഞ്ഞു, ഇത് അപ്പം പണിതല്ല, ഇത് സ്വർഗത്തിലെ പിതാവ് പണിതെന്നാണ്. നിങ്ങൾ തന്നവരെയൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തന്നവരുടെ എല്ലാം ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ കാലം വരുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം. ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പഠിക്കുക. നിങ്ങൾക്കാകുന്ന സമയത്ത് നിങ്ങൾ ഒരാൾക്ക് എത്ര പേർക്കും ഭവനമില്ലാത്തവർക്ക് വെച്ചു കൊടുക്കണം. ഇത് ദൈവം നിയോഗമാണ്, അവിടെ ചെയ്യണമെന്ന് മക്കളോടും പറഞ്ഞ് അനുഗ്രഹകരമായി ഇപ്പോൾ ഭവനത്തിൽ ഞങ്ങൾ കഴിയുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ചർച്ചിൽ നിന്ന് ആ ലാൻഡ് ഓഫ് ജീസസ് ഞാൻ അറിയില്ല. ആ സഹോദരങ്ങൾ പല ചർച്ചകളുമായി പല രാജ്യങ്ങളായി ദൈവദാസന്മാരായി കടന്നുപോയിരിക്കുന്നു. അങ്ങനെ ചെറിയ ഒരു ആൾക്കാരുടെ കൂട്ടമായി അത് മാറുവാനിടയായി. തിരുവല്ലയിലൂടെ ടെന്റുകൾ ഭയങ്കര വാടകയായതുകൊണ്ടും വരുമാനത്തിന്റെ കുറവുകളുകൊണ്ടും മറ്റുള്ള വരുമാനമില്ലാത്തതുകൊണ്ടും ഞാൻ അത് കുമ്മനാടിന്റെ പ്രദേശത്തേക്ക് ആ കൂട്ടായ്മ കൊണ്ടുവന്നു. കുമ്മനാട് പടിഞ്ഞാറേക്കവലയിൽ എൻസിബാവ് 3ാമത്തെ നിലയിൽ ഞങ്ങൾ ആരാധനകൾ ഇപ്പം നടക്കുന്നു. ആ ആരാധനകളിൽ പങ്കെടുത്ത് എന്നാണ് രാജേഷ് മല്ലപ്പള്ളി പാസ്റ്റർ അങ്ങനെയാണ് ഈ ചാനലിനെ കുറിച്ച് എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞു, എനിക്ക് പറയുവാൻ അറിയില്ല. ഇല്ല ഹരിപ്രഭു പറയണം. അങ്ങനെ ദിവദാസൻ അയക്കുന്ന ഓരോ ഇതും കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ട് ഡെന്നിസ് സാർ പറഞ്ഞ് ഇത് ഞാൻ സഹായിച്ചു തരാം. അങ്ങനെയാണ് ഇന്ന് ഈ വേദിയിലേക്ക് ഞാൻ കടന്നു വന്നത്. എന്തായാലും ദൈവത്തിന്റെ നിയോഗം
എനിക്ക് പറയുവാൻ കഴിയുന്നത്, പെറ്റതള്ള മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്നും, സ്വന്തം സഹോദരങ്ങൾ തള്ളിയാലും ഞാൻ തള്ളത്തില്ലെന്നും ദൈവത്തിന്റെ ഇടമല്ലോ. വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലരും പല വാക്കുകൾ എന്നോട് പറയാനുണ്ടായി. നിന്റെ പോക്ക് ഇനി ജോലി സംബന്ധമായി ആണ്, സുവിശേഷമായി ജീവിക്കാൻ പറ്റുന്നു. സുവിശേഷമായി എന്നെ നടത്തുന്നത്. എന്നാൽ ദൈവം എനിക്ക് ആരോഗ്യം ആയുസ്സും തരുന്ന കാലം വരെ ഞാൻ അധ്വാനിക്കും, ഞാൻ ആ കോൺട്രാക്ട് പണി നടത്തിപ്പെടും. എന്നാൽ ഇതുവരെ ദൈവത്തിന്റെ കൃപയാൽ എന്നെ ഒരിടത്തും തടഞ്ഞില്ല. എന്നുവെച്ചാൽ എന്നോട് ആര് എന്ത് ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പോലും ഞാൻ പറയുന്ന ഒറ്റ വാക്ക്, ദൈവ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഭാരമില്ലെന്നോ കടമില്ലെന്നോ ഒന്നുമല്ല. എൻ്റെ നാവ് ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും മാത്രമായി വിട്ടുകൊടുക്കും. ഞാൻ സന്തോഷമായിരിക്കുന്നു. എൻ്റെ ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്തും ഞാൻ പറയും, ഞാൻ സന്തോഷമായിരിക്കുന്നു. പിന്നെ കുഞ്ഞുങ്ങളത് പറയും, ബുക്കില്ലാതെ വരുമ്പോൾ എന്നോട് പറയും, ബുക്കില്ല. ഞാൻ പറയും മേടിച്ചു തരാം. അവർക്കില്ലെന്ന് പറയുന്നൊരു വാക്ക് പറയില്ല. എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസം പഠിപ്പിക്കണം. അവർക്ക് വേണ്ട സാധനങ്ങൾ, വേണ്ട രീതികളിൽ ഭക്ഷണം, സ്നേഹം, കരുതൽ, വസ്ത്രം എല്ലാം മുൻപേറെ ഒരു ബുക്ക് പഠിക്കുന്നതിന് 10 ബുക്ക് മേടിച്ച് അവർക്ക് പഠനമായി കൊണ്ട് കൊടുക്കണേ. അതിൻ്റെ കൂടെ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഇടവും വലുവരിക്കുന്ന കുട്ടികൾക്ക് ബുക്കോ പേനായോ മറ്റു വസ്തുക്കളോ ഇല്ലെങ്കിൽ അവരോട് ഞാൻ പറയും, മക്കളെ അത് അന്വേഷിക്കണം, അവർക്ക് നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഈ വർഷവും എൻ്റെ ഭവനത്തിൽ വെച്ച് 100 കുട്ടികൾക്ക് ബുക്കും പേനായും ഒക്കെ കൊടുക്കാൻ ഇടയായി. ഒരു കഴിവും ഇല്ലെങ്കിൽ കഴിവുള്ളവൻ എന്നോട് കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാനിത് കൊടുത്തെന്ന് പറയാനില്ല, കൊടുക്കുവാൻ യോഗ്യനല്ല, കൊടുക്കുവാൻ അറിവില്ല. എങ്കിലും എന്നും സന്തോഷം പറയാത്ത കാര്യമുള്ളൂ. ഞാൻ ക്രിസ്തുവിൽ സന്തുഷ്ടമാണ്. ഞാൻ എന്തുകൊണ്ടും ഭാഗ്യവാനാണ്. പണമല്ല അടിക്കുന്നത്, ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യം. യേശുവിനെ സ്വന്തം രക്ഷക സ്വീകരിക്കുന്നതും കർത്താവിനോട് ചേർന്നിരിക്കുന്നതോ ഭാഗ്യം. ആ ഭാഗ്യമായി എന്നെ ഇവിടെ നിലനിർത്തുക. ആ ഭാഗ്യമായി എനിക്കിതെല്ലാം തന്നത്. ഒരു കണക്കും പറയാതെ എൻ്റെ എന്ന് പറയാതെ ഞാൻ കൊടുത്തെന്ന് പറയുന്നത്. ഞാൻ കർത്താവിനോട് എന്നും ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ്റെ മനസ്സ്, എളിയവരോടുള്ള കാണിക്കുന്ന മനസ്സ് എന്നിൽ നിന്ന് എടുത്തു മാറ്റരുത്. അതെനിക്ക് തരണമേ. ഞാനിവിടെ മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, എന്നോട് ആ കരുണ തരണമേ. എൻ്റെ കർത്താവ് ഇന്നും എന്നോട് തരുന്നു. എൻ്റെ ജീവിതത്തിനകത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞത് ആ വാക്കാ. ദൈവം എന്നും എന്നെ പുലർത്തും, എന്നും എന്നെ നൽകും. അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ അവനെ വിളിവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുന്നു. ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അവൻ ഉത്തരമുണ്ട്. ഇന്നും രാവും പകലും ഉറക്കം വിളിക്കുമ്പോൾ എൻ്റെ കർത്താവിനോടുള്ള ഒരാളെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞായിരിക്കാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു, ഒരു വട്ടൻ തോന്നും വെച്ചാൽ എപ്പോഴും സ്തോത്രം ചെയ്തു പാട്ടും പാടി വാഹനത്തിൽ യാത്ര ചെയ്താൽ പോലും ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉൾനാട് പ്രദേശത്ത്. അതെൻ്റെ ജീവിതത്തിനകത്ത് എനിക്കത് മടിയായിട്ട് തോന്നിയിട്ടില്ല, എൻ്റെ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം ഒരു എഴുതുവാൻ എന്നെ സഹായിച്ച് എഴുതുവാൻ ദൈവം എനിക്ക് തന്നു. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെ തന്നെയാണ്, എന്തുകൊണ്ടും ഞാൻ ഭാഗ്യവാൻ. ആ വാക്യങ്ങൾ ബൈബിളിനകത്ത് 20 ഭാഗ്യവാന്മാരെ കുറിച്ച് ഉള്ളതുകൊണ്ട് ആ ഭാഗ്യവാനെ തെരഞ്ഞെടുത്തും എൻ്റെ ജീവിതാനുഭവമായി ഞാൻ ആ ചെറിയ ലേഖനം എഴുതുവാനിടയായി. ഇനിയും എൻ്റെ ജീവിതത്തിനകത്ത് പറഞ്ഞ തീരാത്ത പോലുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കഷ്ടതയുടെയും നിന്ദയുടെയും പരിഹാസത്തിന്റെ നടുവിൽ കൂടെ സഞ്ചരിച്ച സഞ്ചാരത്തിനെ കുറിച്ച് എഴുതി തന്ന റിജു സാർ പറഞ്ഞു, നമുക്കൊരു പുസ്തകം എഴുതണം.
അത് ഞാനിപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് ഞാൻ വിരുത്തുള്ളൂ, എന്നിട്ട് നമുക്ക് എഴുതാം എന്ന് പറയുവാനിടയായി. അതുകൊണ്ട് അങ്ങനെ എഴുതുവാനിരിക്കുന്നു. ഒന്നെനിക്ക് പറയാൻ കഴിയും, അനാഥയായിട്ട് ആരും ജീവിക്കുന്നില്ല. ഈ ലോകം ചില അനാഥത്വം തരുന്നു. എന്നാൽ ഇരിക്കുന്ന ജീവിതത്തിൽ ആരെയും ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ അനാഥയല്ല. ആരൊക്കെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരുവനും അനാഥയായിട്ട് ജീവിക്കുന്നില്ല. 1000 അനുഭവങ്ങൾ, അനാഥകൾ അനേക പേരുണ്ടാകാം. അനുഭവം ഉപേക്ഷിക്കപ്പെട്ടതും മരണപ്പെട്ടതും പല വിധത്തിലുണ്ടാകാം. എല്ലാം പറയുവാൻ ഒറ്റ കാര്യം, ദൈവത്തോട് ആശ്രയിക്കുക. ദൈവം നിങ്ങളെ വിടിവിക്കും. ദൈവം നിങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും മറക്കില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിത അനുഭവം കേട്ട് എത്രമാത്രം എന്നറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ വാക്കുകൾ പരിശുദ്ധാത്മാവ് പറയുവാൻ തന്നത്. അതിൽ നിന്ന് എന്നെ ഒരുക്കിയ ഡാനിയൽ ദേവദാസനും അരോമ ചാനലിൽ എനിക്കിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും എന്നെ കേൾക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്ക എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇങ്ങനെ ചാനലിൽ വഴി ദേവദാസനുമായി ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന ദേവദാസനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹമായി തീർന്നു. ഇത് കേൾക്കുന്നവർ ഇത് കർത്താവെ ഗ്രഹിക്കുവാനുള്ള കൃപതയെ കൊടുക്കണമേ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാശകരമായ ലോകമാണ്, എന്നാൽ ചെളിക്കുഴിയിൽ കിടക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ക്രിസ്തുവിൽ കർത്താവെ ആക്കി തീർത്ത ഓരോ ശുശ്രൂഷകളും കർത്താവ് ഇത് മുഖാന്തരമാക്കി തീർത്തതിനെ സ്വന്തം. ഈ വാക്കുകൾ, ഈ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴമേറി പതിവാൻ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വാസപ്പെടുത്തണം, ബലപ്പെടുത്തണം, സ്വർഗീയ നന്മ നടക്കണം. ഇതിന്റെ കർത്താവെ സമയം വളരെയേറെ ബലപ്പെട്ട സമയമായിരുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ദൈവം ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവെ, ഈ കൂടിക്കാഴ്ച ദൈവമേ അനുഗ്രഹമായി തീരട്ടെ. സ്വർഗത്തിന് സമർപ്പിക്കുക കർത്താവെ. അപ്പാ, കരുണയുള്ള പിതാവേ, ദൈവത്തിന് മഹത്വം തരുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏത് കർത്താവേ ഹല്ലേലൂയ, കാരാഗ്രഹത്തിലും ഈ അനുഭവം ഹല്ലേലൂയ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുക കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. ഈ രാത്രി മഹത്വത്തിന്റെ രാത്രിയായി തീരട്ടെ. മഹത്വം മുഴുവൻ യേശു ക്രിസ്തുവിനായിരുന്നു, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ഷാജി ബ്രദർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ അനുഭവങ്ങളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പറഞ്ഞതുപോലെ ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ നമ്മെ ഒറ്റപ്പെടുത്തുകയും വലിച്ചെറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെറ്റമ്മയുടെ സ്ഥാനത്തേക്ക്, ഒരു പിതാവിന്റെ സ്ഥാനത്തേക്ക്, സഹോദരങ്ങളുടെ സ്ഥാനത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇറങ്ങി വരിക. കർത്താവ് നമ്മെ ഏറ്റെടുക്കുക. കർത്താവ് നമ്മെ മാറോട് ചേർത്ത് പിടിക്കുക. തൽക്കാലത്തേക്ക് ചില പ്രിയപ്പെട്ടവരെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരും. അവരുടെ സംരക്ഷണയിൽ നാം വളർത്തപ്പെടും. അവിടെയും നാം അനാഥരാകുന്നില്ല. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെ മാനുഷികമായ നിലയിൽ മറ്റുള്ളവരുടെ മുൻപാകെ ഒരുപക്ഷെങ്കിൽ നാം അനാഥരാകാം, ഒറ്റപ്പെട്ടവരാകാം, ഉപേക്ഷിക്കപ്പെട്ടവരാകാം. പക്ഷേ ദൈവം അറിയാതെയല്ല ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉടലെടുത്തത്. ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ
ചില പ്രിയപ്പെട്ടവരെ കർത്താവിനായി ഒരുക്കിയെടുക്കുവാൻ പ്രിയ ഷാജി ബ്രദറിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം അതിനായി ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നും കർത്താവ് ഏൽപ്പിച്ച അനുഭവങ്ങൾ അനേകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് ചെന്ന് കയറുവാനിടയായി തീർന്നത്. ആ കുടുംബത്തിലെ ഒരു മകനായിട്ട് ആ പ്രിയപ്പെട്ടവര് അംഗീകരിച്ച് ആ സഹോദരിമാരുടെ ഒരു കുഞ്ഞാങ്ങളെയായിട്ട് അവരോടൊപ്പം വളർന്നു വന്ന് ആ കുടുംബത്തിലെ ഒരു അംഗമായി തീരുവാന് കർത്താവ് കൃപ ചെയ്തു. അതിനേക്കാൾ ഉപരിയായി മദ്യത്തിനും മയക്കുമരുന്നിനും പാപവഴികൾക്കും ഒക്കെ വിധേയപ്പെട്ട് ജീവിച്ച ഒരു സന്ദർഭത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന കണക്കെ തിരുവല്ലായിൽ നിന്ന് കടന്നു വന്ന ആ യൗവനക്കാര് പ്രിയ ഷാജി ബ്രദറിനെ മദ്യപാനിയായിരിക്കുമ്പോഴും ആ സ്നേഹത്തിന്റെ വാത്സല്യ കരങ്ങൾ നീട്ടി അവരോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് അവരോട് ഒരുമിച്ച് നിർത്തുവാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ പകർന്ന ആ ദൈവസ്നേഹം, അതെ, അവിടെയും അനാഥത്വമല്ല, പകരം ഒരു ചേർത്ത് നിർത്തുന്ന ഒരനുഭവമാണ് അവിടെയും ഉണ്ടായത്. ഇതൊക്കെ ക്രൂശിലെ സ്നേഹമാണ്. രണ്ട് കള്ളന്മാര് കർത്താവിന്റെ ഇടവും ബലവും ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരെയും കർത്താവ് ചേർത്ത് നിർത്തി. പക്ഷെ ഒരുത്തൻ തള്ളിപ്പറഞ്ഞു, ഒരുത്തൻ കർത്താവിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്നും കർത്താവ് ആരെയും തള്ളിപ്പറയുന്നില്ല, കർത്താവിനോട് ചേർത്ത് നിർത്തുവാൻ ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ നമ്മുടെ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ അനാഥരായി മാറുകയാണ്. കർത്താവിനെ ഉപേക്ഷിക്കുന്നവരാണ് ഒറ്റപ്പെടുകയും അനാഥത്വം അനുഭവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഷാജി ബ്രദറിന്റെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചപ്പോൾ ഇന്ന് ആമേൻ ആ അനാഥത്വം എല്ലാം മാറി ഇന്ന് ജീവന് കൂട്ടവകാശിയായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനിടയായി തീർന്നു. അനേക ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാന്, കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാന്, നല്ല ജീവിതാനുഭവങ്ങൾ കാത്തു സൂക്ഷിക്കുവാന്, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഒക്കെ കർത്താവ് തന്നു. ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ അനേക വേദികളിൽ കർത്താവിനെ ഉയർത്തുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാട് ഇതുപോലുള്ള ഒരുപാട് അനാഥത്വം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. എല്ലാവരും ഉണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ അവർ അനാഥരാണ്. ഒരു പക്ഷെങ്കിൽ അവർക്ക് മദ്യവും മയക്കുമരുന്ന്, ലഹരി, പാപ വഴികളാൽ അവര് വഞ്ചിക്കപ്പെട്ട് അവർ അനാഥത്വം അനുഭവിക്കുന്നവരായിരിക്കാം. കർത്താവിനെ കാണിച്ചു കൊടുക്കൂ, കർത്താവിനെ പരിചയപ്പെടുത്തൂ, കർത്താവിനെ ആമേൻ അവർക്ക് ദൈവവും കർത്താവുമായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അനാഥത്വം മാറി അവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതി അവരും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, ദൈവത്തിന് പ്രിയ മക്കളായി തീരുവാൻ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കണം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com